ആത്മമിത്രം ആത്മമിത്രം യേശു എൻ ആത്മമിത്രം 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 യേശു എൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ അതിവിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് രാത്രി സുഖമുദ്രെ കർത്താവ് നൽകുകയും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഉണർന്നെഴുന്നേറ്റ് ദിവസത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനാൽ കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നാം തിരുവെഴുത്തിലെ പ്രാർത്ഥനകളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ച് വരുന്നത്. നാം ഇപ്പോൾ ആവർത്തന പുസ്തകം 32-33 അധ്യായത്തിലെ പ്രാർത്ഥനകളെക്കുറിച്ചാണ് ചിന്തിച്ച് വരുന്നത്. 32-33 അധ്യായങ്ങളിൽ അതിൽ 32-ാം അധ്യായത്തിൽ പൊതുവായ പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ അല്ലെങ്കിൽ വ്യക്തമായ ഒരു പ്രാർത്ഥനയോ ഒന്നിലധികം പ്രാർത്ഥനയോ നമുക്ക് 32-ാം അധ്യായത്തിൽ കാണുന്നില്ല. എന്നാൽ 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് വ്യക്തമായ പ്രാർത്ഥന കാണുവാൻ കഴിയുന്നത്. മോശ തൻ്റെ അവസാന നാളിന് അടുത്തപ്പോൾ താൻ സ്നേഹിക്കുന്ന, താൻ കരുതിയ, ദൈവത്തോട് പക്ഷപാതം ചെയ്ത തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷ അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് നമുക്ക് 33-ാം അധ്യായത്തിൽ കാണുന്നത്. ഈ 33-ാം അധ്യായത്തിൽ കാണുന്ന പ്രാർത്ഥനകൾ ഏതാണ്ട് മോശ ദിവസത്തിൽ നിന്നുകൊണ്ട് 11 ഗോത്രങ്ങളെ അനുഗ്രഹിക്കുകയും ചില ഗോത്രങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇതിന് സമാനമായ ഒരു കാര്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിലും കാണുവാൻ കഴിയുന്നുണ്ട്. യാക്കോബ് തൻ്റെ 12 മക്കളെയും അരികിൽ വിളിച്ച് അവരുടെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒപ്പം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 12 ഗോത്രങ്ങളിൽ ശിമെയി ഗോത്രത്തെക്കുറിച്ചൊരു പരാമർശം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ദൈവവചന പണ്ഡിതന്മാരുടെ അഭിപ്രായം ശിമെയി ഗോത്രം പാർത്തിരുന്നത് യഹൂദ ഗോത്രത്തിന് അടുത്ത പ്രദേശത്തായിരുന്നതുകൊണ്ടും മാത്രമല്ല ഈ കാലമായപ്പോഴേക്കും, അതായത് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് കടക്കുന്നതിന് അടുത്ത സമയത്ത്, അല്ലെങ്കിൽ ഈജിപ്തിൽ അവർ അടിമകളായിരുന്ന സമയത്തോ അല്ലെങ്കിൽ മരുഭൂമി യാത്രയിലോ ഈ ഗോത്രത്തിൻ്റെ അംഗസംഖ്യ വളരെ ചുരുങ്ങുകയും അവർക്ക് ആ നിലയ്ക്ക് മോശ അവരെ ഒരു ഗോത്രമെന്ന നിലയിൽ പരിഗണിക്കത്തക്ക നിലയിലുള്ള അംഗസംഖ്യ ഇല്ലാതിരുന്നത് കൊണ്ടും ആവാം ഒരുപക്ഷെങ്കിൽ ഈ ശിമെയി ഗോത്രം ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ ഇവിടെ കാണാൻ കഴിയാത്തത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. നമുക്ക് കൃത്യമായ നിലയത് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. ഒരു പരാമർശവും അതിനെക്കുറിച്ചിവിടെ പറയുന്നതുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു കൃത്യമായ പരാമർശം എനിക്കും നൽകുവാനായിട്ട് കഴിയുന്നില്ല. ബാക്കിയുള്ള 11 ഗോത്രങ്ങളിൽ ചില ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ 11 ഗോത്രങ്ങളെയും മോശ അനുഗ്രഹിക്കുന്നുണ്ട്. ആ അനുഗ്രഹിക്കുമ്പോൾ തന്നെ പ്രത്യേകം ചില ഗോത്രങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നാം അത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ രൂബേൻ ഗോത്രത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ലേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതിൻ്റെ 8-ാം വാക്യം. അതുപോലെ തന്നെ യഹൂദയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതിൻ്റെ 7-ാം വാക്യം. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആശേർ ഗോത്രത്തിന് വേണ്ടിയാണ് മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് നഫ്താലി 23-ാം വാക്യം ഈ നഫ്താലി ഗോത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് യോസഫിന് വേണ്ടിയാണ്. യോസഫിന് വേണ്ടി അല്ലെങ്കിൽ യോസഫിൻ്റെ ഗോത്രത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നും കാണുവാൻ കഴിയുന്നുണ്ട്. അത് 13-ാമത്തെ വാക്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡറിൽ അല്പം വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. കാരണം സമാനമായ നിലയ്ക്ക് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ പറയുന്ന ആ ക്രമം അനുസരിച്ചാണ്. എന്നാൽ മോശയുടെ പ്രാർത്ഥനയുടെ ക്രമം അല്ലെങ്കിൽ മോശയുടെ അനുഗ്രഹ പ്രാർത്ഥനയുടെ ക്രമം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു ഓർഡർ അല്പം മാറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും ഞാനത് ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ പറയപ്പെടുന്ന ക്രമത്തിലാണ് ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വാക്യങ്ങൾ അല്ലെങ്കിൽ വരികളുടെ ചില വ്യക്തികളെക്കുറിച്ച് പറയുന്നത് എൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ പറയുന്ന ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലാണ് ആവർത്തന പുസ്തകവും 33-ാം അധ്യായത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്രമത്തിന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇവിടെ ഏതാനും ചില ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. 7 ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രമാണ് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അതിൽ 5 ഗോത്രങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ 6 ഗോത്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല.
അതിൽ ലേവിയെക്കുറിച്ച് ഒരു പരാമർശവും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഈ മറ്റുള്ള 11 ഗോത്രങ്ങൾക്ക് വേണ്ടി ഗോത്രങ്ങളെ താൻ അനുഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ ഗോത്രങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ ഒരു കാര്യം. നമ്മുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആവർത്തന പുസ്തകം 33-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് മോശയുടെ ആദ്യത്തെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് രൂബൻ ഗോത്രത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ വാക്യം ഇങ്ങനെയാണ്, 6-ാം വാക്യം: രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവൻ്റെ പുരുഷന്മാർ കുറയാതെ ഇരിക്കട്ടെ. ഇവിടെ രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, ആ ഗോത്രത്തോട് ആണ് പറയുന്നത്. അപ്പോൾ അവർ ദീർഘായുസുള്ളവരായിരിക്കട്ടെ എന്നും, രണ്ടാമത് അവരുടെ വംശവർദ്ധന അല്ലെങ്കിൽ അവരുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കട്ടെ എന്നുമാണ് മോശയുടെ ആഗ്രഹം, താല്പര്യം. അത് ദൈവവചന പണ്ഡിതന്മാർ പറയപ്പെടുന്ന ഒരു കാര്യം. ഇങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥനയുടെ പശ്ചാത്തലം ചില ദേവദാസന്മാർ പറയുന്നത് പ്രകാരമാണ്. രൂബേൻ ഗോത്രത്തിൻ്റെ താമസം എന്ന് പറയുന്നത് യോർദാൻ നദിക്ക് കിഴക്ക് ഭാഗത്തായി മോവാബിന് തൊട്ടു വടക്കായിട്ടാണ് രൂബൻ ഗോത്രത്തിന് സ്ഥലം ലഭിക്കുകയും അവിടെയാണ് അവർ താമസിക്കുകയും ചെയ്തു വന്നിരുന്നത്. മോവാബിന് സമീപേ ആയതുകൊണ്ട് തന്നെ മോവാബ് ദേശം, മോവാബിയർ പലപ്പോഴും ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ഇസ്രായേൽ മക്കളെ കൊള്ളയിടുന്നതിനും യുദ്ധത്തിന് വരികയും ഒക്കെ ചെയ്ത ഒരു ചരിത്രം ഉണ്ട്. അതുകൊണ്ട് ഈ മോവാബിന് സമീപേ താമസിക്കുന്ന രൂബേൻ ഗോത്രം അവർ ദീർഘായുസുകളായിരിക്കുകയും അവരുടെ ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ ശത്രുവിൻ്റെ മേൽ വിജയം വരിക്കുന്നതിന് അല്ലെങ്കിൽ ഈ ശത്രുക്കൾ എളുപ്പം ഈ കനാൻ നാട്ടിലേക്ക് കടന്ന് ഇസ്രായേൽ മക്കൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ അവർക്കെതിരെ യുദ്ധത്തിന് വരാതെ തടഞ്ഞു നിർത്തുവാനുള്ള ഉത്തരവാദിത്വം രൂബേൻ ഗോത്രത്തിനുണ്ട്. മാത്രമല്ല പല സമയങ്ങളിലും രൂബേൻ ഗോത്രം അവിടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഈ രൂബേൻ ഗോത്രത്തിൻ്റെ മോവാബിയരെ ഇങ്ങോട്ട് കടക്കാതെ, കനാൻ നാട്ടിലേക്ക് കടക്കാതെ തടയുന്നതിന് വേണ്ടിയും ആണ്, യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് മോശ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ അല്ലെന്നൊരിക്കൽ രൂബേൻ ഗോത്രം അവർ മരിക്കാതിരിക്കട്ടെ, അവരുടെ ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ള, അന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു കാഴ്ചപ്പാടാണ് മോശയ്ക്ക് ഉണ്ടായിരുന്നത്. അതായത് ശത്രു കയറുന്ന ഇടം അല്ലെങ്കിൽ ശത്രുവിന് സമീപം അല്ലെങ്കിൽ ശത്രുക്കൾ കടന്നു വന്ന് ഇസ്രായേൽ മക്കളെ തോൽപ്പിക്കുവാൻ, അവരെ കീഴടക്കുന്നതിൽ നിന്ന് തടയേണ്ടതിന് വേണ്ടിയുള്ള ശക്തിയും കരുത്തും രൂബൻ ഗോത്രത്തിന് ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ് മോശയുടെ ഒന്നാമത്തെ പ്രാർത്ഥന, രൂബൻ ഗോത്രത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഞാൻ ഈ കാര്യത്തെ ആത്മീകമായി ഇന്നത്തെ നമ്മുടെ വിശ്വാസികളോട് ബന്ധപ്പെട്ട് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു പക്ഷെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആ നിലയ്ക്ക് നിഴൽപ്പരുൾ പോലെ നമുക്ക് വ്യാഖ്യാനിക്കാനോ അതിലപ്പുറത്തേക്ക് കടക്കുവാനോ ദൈവവചനം അനുശാസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നത്. രൂബേൻ ഗോത്രം കുറയാതിരിക്കട്ടെ, അവർ വർദ്ധിച്ചു വരട്ടെ എന്നുള്ളത് ഒരു പക്ഷെങ്കിൽ നമുക്ക് ആത്മീയമായി ചിന്തിക്കുമ്പോൾ അത് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ വിശ്വാസികൾ ദീർഘായുസോടെ ഇരിക്കട്ടെ എന്നും, അവർ ശത്രുവിനെ തോൽപ്പിക്കാൻ തക്കവണ്ണം അവരുടെ വംശം അല്ലെങ്കിൽ വിശ്വാസികളുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കട്ടെ എന്നും ഒരു പക്ഷെങ്കിൽ നമുക്ക് പൊതുവായ നിലയ്ക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ അതിലപ്പുറം കടന്ന് നമുക്ക് പറയുവാനായിട്ട് പരാമർശിക്കുവാനായിട്ട് കഴിയില്ല. കാരണം മോശ ദൈവത്തോട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മോടുള്ള ബന്ധത്തിലും ആത്മീയമായി ഇത് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അത് എത്രമാത്രം ശരിയായിരിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് പറയുവാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ് ആത്മീയമായ ഒരു ചിന്തയിലേക്ക് ഞാനത് കടക്കാത്ത, അല്ലെങ്കിൽ ആ ഒരു നിലയ്ക്ക് വ്യാഖ്യാനിക്കാതെ അല്ലെങ്കിൽ അതിനെ പരാമർശിക്കാതെ ഇരിക്കുന്നത്. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, മോശയുടെ പ്രാർത്ഥന അർത്ഥവത്താണ്. എവിടെയാണ് അവർക്ക് ഇസ്രായേൽ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ശത്രുവിൻ്റെ യുദ്ധത്തിന് വേണ്ട വാതിൽ സംരക്ഷിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ ആ പ്രദേശം സംരക്ഷിക്കത്തക്കവണ്ണം അവരുടെ ജനസംഖ്യ ഉയർന്നിരിക്കട്ടെ, അവർ ദീർഘായുസോടെ ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന വളരെ പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരും. മോശയുടെ അടുത്ത പ്രാർത്ഥന തുടർന്നുള്ള മോശയുടെ പ്രാർത്ഥന നമുക്ക് അതിൻ്റെ 7-ാം വാക്യത്തിൽ യഹൂദയ്ക്ക് വേണ്ടിയുള്ള മോശയുടെ പ്രാർത്ഥനയാണ് കാണുവാൻ കഴിയുന്നത്. അതിപ്രകാരമാണ്: അവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവരണമേ, തൻ്റെ കൈകളാൽ അവൻ തനിക്കായി പോരുന്നു, ശത്രുക്കളുടെ നേരെ നീ അവന് തുണയായിരിക്കണമേ. ഇവിടെ യഹൂദ ഗോത്രത്തിൻ്റെ പ്രത്യേകത, മറ്റ് 11 ഗോത്രത്തിൽ നിന്നും വ്യത്യസ്തമായി യഹൂദ ഗോത്രത്തിൻ്റെ പ്രത്യേകത, അവർ
രാജകീയ ഗോത്രമായിരിക്കുക കൊണ്ട് തന്നെ യുദ്ധത്തിൽ സമർത്ഥരും ശത്രുവിനെ കീഴടക്കുന്നതിൻ്റെ നെടുന്തൂണായി നിൽക്കുകയും മുൻനിരയിൽ നിൽക്കുന്ന ചെയ്ത ഒരു ഗോത്രമായിരുന്നു യഹൂദ ഗോത്രം. അതുകൊണ്ടാണ് താൻ ഇപ്രകാരം ഓർപ്പിക്കുന്നത്. മാത്രമല്ല, നമുക്കതിൻ്റെ 7-ാം വാക്യത്തിൽ കാണുന്നത് പോലെ തൻ്റെ ജനത്തെ സംരക്ഷിക്കേണ്ടതിന്, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിൽ താമസം ഉറപ്പിച്ചു. ആ താമസം ഉറപ്പിച്ചതിന് ശേഷമുള്ള സുരക്ഷിതമായ, മറ്റുള്ള ഗോത്രങ്ങൾക്കും തങ്ങൾക്കും സുരക്ഷിതമായ നിലയ്ക്ക് താമസിക്കുന്നതിന് വേണ്ട സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള ഗോത്രമായിരുന്നു യഹൂദ ഗോത്രമെന്ന് പരിഗണിക്കപ്പെടുകയും, ഒരുപക്ഷെങ്കിൽ മോശ അതുകൊണ്ടാവാം ഈ യഹൂദ ഗോത്രത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: കനാനിലെ പോരാട്ടത്തിൽ നീ ഗോത്രം ഒരു നേതാവായിരിക്കും, നീ യോദ്ധാക്കളെ സുരക്ഷിതമായ സ്വജനത്തിൻ്റെ അടുക്കിലേക്ക് മടത്തി വരുത്തണമേ എന്ന് മോശ യഹോവയോട് അപേക്ഷിച്ചു. അതാണ് മോശയുടെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ഓർപ്പിക്കും. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വജനത്തിന് വേണ്ടി സംരക്ഷകരായിരിക്കുന്നതിൻ്റെ പ്രാധാന്യം അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. തൻ്റെ കൈകളാൽ അവൻ തനിക്കായി പൊരുതുന്നു, ശത്രുക്കളുടെ നേരെ നീ അവനെ ജയിക്കണമേ. ദൈവത്തോട് പറയാണ്: ദൈവമേ, യഹൂദ ഗോത്രം ഇസ്രായേൽ മക്കളെ സംരക്ഷിക്കേണ്ട ഒരു ഗോത്രമാണ്. അതുകൊണ്ട് നിൻ്റെ ശ്രദ്ധ, അല്ലെങ്കിൽ ദൈവമേ, നീ യഹൂദ ഗോത്രത്തിന് തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് വളരെ മനോഹരമായൊരു ചിന്ത തന്നെയാണ്. ഞാൻ ആ വാക്യം ഒന്നുകൂടി വാക്യം 7-ാം വാക്യം യഹൂദയ്ക്കുള്ള അനുഗ്രഹമായിട്ട് അവൻ പറഞ്ഞത്: യഹോവേ, യഹൂദയുടെ അപേക്ഷ കേട്ട് അവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവരേണമേ, തൻ്റെ കൈകളാൽ അവൻ തനിക്കായി പോരുന്നു, ശത്രുക്കളുടെ നേരെ നീ അവന് തുണയായിരിക്കണമേ. ഇവിടെ ഓർപ്പിക്കുന്നത് ആ യഹൂദയുടെ അപേക്ഷ കേട്ട് അവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവരണമേ. ഒരു പക്ഷെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ? ബാക്കിയുള്ളവർ എവിടെയാണെന്നതിനെക്കുറിച്ച് നമുക്ക് പരാമർശിക്കുവാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും ഈ യഹൂദ ഗോത്രത്തിൻ്റെ നല്ലൊരു വിഭാഗം ഒരുപക്ഷെങ്കിൽ മറ്റ് എവിടെയെങ്കിലും ആയിരുന്നിരിക്കുക. അതുകൊണ്ടാവാം ഒരുപക്ഷെങ്കിൽ മോശ അങ്ങനെ പ്രാർത്ഥിക്കുന്നു: ബാക്കിയുള്ളവരെ കൂടി അവരേക്ക് കൂട്ടിച്ചേർക്കണമേ. മാത്രമല്ല, ദൈവമേ, നീ യഹൂദ ഗോത്രത്തിന് തുണയായിരിക്കും. അതിന് കാരണം ഞാൻ ഓർപ്പിച്ചു, ശത്രുവിൽ നിന്നുള്ള ആക്രമണത്തെ ചെറുക്കുന്നതിനും അവരെ തോൽപ്പിക്കുന്നതിനും, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യുദ്ധ പടയാളികളായ, അല്ലെങ്കിൽ യുദ്ധത്തിന് കഴിവുള്ള, അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ഗോത്രമായിരുന്നു യഹൂദാഗോത്രം. അതുകൊണ്ട് ദൈവമേ, അവരോടൊപ്പം നിൽക്കണമേ. മറ്റുള്ള ഗോത്രങ്ങളെയും മറ്റുള്ള ജനത്തെയും സംരക്ഷിക്കേണ്ടതിന് വേണ്ടി യുദ്ധത്തിന് പോകേണ്ട ഗോത്രമാണ്. അപ്പോൾ അവർക്ക് തുണയായിരിക്കണമേ എന്നുള്ളതാണ് മോശയുടെ പ്രാർത്ഥന. യഹൂദയ്ക്ക് വേണ്ടിയുള്ള മോശയുടെ പ്രാർത്ഥന ദൈവത്തോട് ഉള്ളത്. ഈ ഭാഗം നമുക്ക് ആത്മീയമായി ചിന്തിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാൻ കഴിയും: മറ്റുള്ള വിശ്വാസികൾക്ക് വേണ്ടി ഈ കഷ്ടത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, പ്രത്യേകം ഈ സമയങ്ങളിൽ നോർത്ത് ഇന്ത്യയിലും മറ്റിടങ്ങളിലുമൊക്കെ ക്രിസ്ത്യാനികൾ നേരിടുന്ന പ്രയാസവും പീഡനവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അവർക്ക് തുണയായി നിൽക്കണമേ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന, ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന, മുന്നിട്ടിറങ്ങുന്നവരോടൊപ്പം നിൽക്കണമേ എന്നൊക്കെ പറയുവാനായിട്ട് കഴിയും. എല്ലാ കാര്യങ്ങളെയും നമുക്ക് ആത്മീയ ചിന്തയിൽ നമുക്ക് ചേർത്ത് ചിന്തിക്കുവാനോ പറയുവാനായിട്ടോ കഴിയില്ലെങ്കിലും ഈ 2 പ്രാർത്ഥനകൾ, നാം ആദ്യം ഓർപ്പിച്ച രൂപേന് വേണ്ടിയുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന, രണ്ടാമത് യഹൂദയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, യഹൂദ ഗോത്രത്തിന് തുണയായി നിൽക്കണമേ എന്നാണ് മോശയുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഈ ഭാഗത്ത് ഓർപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തിൽ നിലനിൽക്കാം. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കടമ നമുക്കുണ്ട്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. മോശ തൻ്റെ അവസാന സമയത്തേക്ക് വന്നപ്പോൾ, തൻ്റെ മരണ സമയം അടുത്തു എന്ന് ദൈവം പറഞ്ഞ സമയത്ത് താൻ ഇസ്രായേൽ മക്കളെ വിളിച്ചുകൂട്ടി അവരെ അനുഗ്രഹിക്കുകയും ഏതൊക്കെ കാര്യങ്ങളിലാണ് ചില ഗോത്രങ്ങൾക്ക് സഹായം ആവശ്യമുള്ളത്, ഏതൊക്കെ കാര്യങ്ങളിൽ അവരുടെ ഉത്തരവാദിത്വത്തെയും അവരുടെ കടമകളെയും ഒക്കെ ഓർത്തിട്ട് അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.